ഹലോ ഗൈസ്, എല്ലാവർക്കും ഫിലഡൽഫിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഉള്ളത് ഫിലഡൽഫിയയിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുമായാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മളെവിടെയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ റീഡിങ് ഫുഡ് മാർക്കറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡുകൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. അപ്പോൾ പറ്റുന്നവരുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് വരാട്ടോ. ന്യൂജേഴ്സിയിലുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ ഈ ഫിലി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാട്ടോ. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് എന്തായാലും നടന്ന് തന്നെയാണ് കേട്ടോ പോണത്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മളിപ്പോൾ നടന്നു പോവേണ്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ്. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള വണ്ടികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കാറുകളായാലും ബൈക്കുകളായാലും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ട്രാം, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതിലൊന്നും കയറാൻ നിൽക്കണില്ല. നമ്മളിപ്പോൾ നടന്ന് തന്നെയാണ് കേട്ടോ പോണേ. അപ്പോൾ ഇതേ പോകുന്ന വഴിയിൽ ഇത് നോക്കിക്കണ്ടേ, ലെഫ്റ്റ് സൈഡിൽ ഇത് കണ്ട ചൈന മാർക്കറ്റ് പോലെ ഉണ്ടല്ലേ. ഇങ്ങനെ ആ ഗോപുരമൊക്കെ കണ്ടിട്ട് പക്ഷേ ആണെന്നാണ് കേട്ടോ തോന്നണേ. അതിൻ്റെ ഉള്ളിൽ നിറച്ചിങ്ങനെ ചൈനീസ് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും അവരുടേതായ കുറേ തോരണങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു പാർക്കിലേക്കാണ്. അതായത് ഫ്രാങ്കിൻ പാർക്ക് എന്നാണ് പേര്. അപ്പോൾ അത്ര വലിയ ഫേമസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളവിടെ വന്നപ്പോൾ ഇതിങ്ങനെ സ്പോട്ട് അടുത്തായതുകൊണ്ട് അങ്ങനെ നമ്മൾ വന്നതാണ്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ പിള്ളേർക്കൊക്കെ പറ്റി ഒരുപാട് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ടിക്കറ്റൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കളി ഉപകരണങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, പല ഇങ്ങനെ കളറിലായിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിത്രീകരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സമയം എങ്ങനെയെന്നൊന്നും അറിയില്ല. കണ്ടിട്ട് ആരും കാണുന്നില്ല, ക്ലോസ് ആയെന്നാണ് കേട്ടോ തോന്നണത്. പക്ഷേ ഇത് അങ്ങനെ രാത്രിയും ഇപ്പോൾ എന്തോ ഉണ്ടെന്നാണ് തോന്നണേ. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നുകൊണ്ടിരിക്കണൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ തന്നെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ എങ്കിലും ഞങ്ങൾ പിന്നെ അതിനൊന്നും നിൽക്കണമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കുറച്ച് നേരം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഇതായിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണത്. അപ്പോൾ അവിടെ ഇങ്ങനെ സീറ്റുകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. കൂടുതലും ആളുകൾ പട്ടിക്കുട്ടീനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പട്ടിക്കുട്ടികൾ ഇങ്ങനെ നടക്കാനൊക്കെ ഇറക്കിയേക്കണതും. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് എന്താ പറയുക, റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കളി ഉപകരണങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ എല്ലാം ഒന്നും അതിൻ്റെ അകത്തേക്കൊന്നും പോയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഫുഡ് കോർട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് പറയാനുള്ളത് ഒരു ലിവിങ് ഫ്ലെയിം മെമ്മോറിയൽ ഉണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഏരിയയിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പോട്ട് ഉണ്ട്. പക്ഷേ നമുക്കെല്ലാം നടന്നെത്താനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളിതേ ഫസ്റ്റ് തന്നെ കണ്ട ഒരു റൈഡിലേക്ക് പിള്ളേർക്ക് കയറണമെന്നും പറഞ്ഞ് അങ്ങനെ പിള്ളേരെ കയറ്റുക കേട്ടോ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഉത്സവത്തിനും പിന്നെ അതുപോലെ നമ്മുടെ മാളുകളിലൊക്കെ ഉണ്ട് ഇതൊക്കെ. പിന്നെ അവിടെയൊന്നും വെച്ച് പിള്ളേർക്ക് കയറാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് പിള്ളേർക്ക് ഓരോരോ താല്പര്യങ്ങൾ. അങ്ങനെ പിന്നെ പിള്ളേർ ഇതേ അതിൽ കയറി. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, ഇതൊക്കെ വലിയവർക്കും കയറാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് ചെറിയ സീറ്റുകളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ കയറണത്. അങ്ങനെ ഇതേ പിള്ളേർ അതൊക്കെ കയറി. അപ്പോൾ എല്ലാത്തിലും ആളൊന്നുമില്ല കേട്ടോ. പക്ഷേ അങ്ങനെ കുറച്ച് പേരുള്ളെങ്കിലും അവർ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ ഒരു റൈഡ്. അങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് ചെയ്ത് അത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിള്ളേരെന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. അവർക്ക് പിന്നെ ഇതൊക്കെയല്ലേ ഒരു രസം. അങ്ങനെ ഇതേ പിള്ളേർ അതിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇവിടേക്കൊന്ന് നടന്ന് കറങ്ങാമെന്ന് വിചാരിച്ചത്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇത് ഇങ്ങനെ പിള്ളേരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കണാണ് ഓരോന്ന്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കണ്ട് കേട്ടോ അവിടെയൊക്കെ വന്നിട്ട്. ഇങ്ങനെ നമ്മളും അതൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. അതേ ഇതൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. അതൊക്കെ ഇങ്ങനെ പിള്ളേർ കളിക്കണ ഓരോരോ റൈഡുകളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങുക കേട്ടോ അടുത്ത സ്ഥലത്തേക്ക്. നടന്ന് തന്നെയാണ് പോണത്. കാരണം വെച്ചാൽ നമ്മൾ വണ്ടി കുറേ ദൂരെയാണല്ലോ പാർക്ക് ചെയ്തേക്കണം. അപ്പോൾ പോണ വഴിയിൽ ഇനി അടുത്തൊരു സ്ഥലത്തും കൂടി കയറിയിട്ട് നമുക്കിനി പോകാം. അപ്പോൾ തന്നെ എന്തോ സമയം എത്രയും നോക്കട്ടെ, 6:15. ഇവിടെ എല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങി ഇപ്പോഴേ തന്നെ. നമ്മൾ നേരത്തെ പോയ റീഡിങ്
ആ ഒരു ഇതില്ലേ ആ സ്ട്രീറ്റ് അതൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇവിടെ അതെ പതുക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏകദേശം ക്ലോസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒന്ന് പോയി നോക്കാം, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ. പുറത്തു നിന്നാണെങ്കിലും വീഡിയോ എടുക്കാമല്ലോ അല്ലേ, പോയി നോക്കാം നമുക്ക്. എന്തായാലും കുറേ നടക്കാനുണ്ട്, ഭയങ്കര വെയിൽ മുഖത്തേക്ക് അടിക്കുന്നു. അപ്പോൾ നമുക്കിനി നടക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നായിരുന്നു കേട്ടോ. അവസാനം മതിയായേ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് വണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ ചൈനീസ് മാർക്കറ്റാണോ ഇത്. ഫുള്ള് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവണില്ല കേട്ടോ. കുറേ ഫ്രൂട്ട്സുകളുണ്ട്, പിന്നെ അറിയാത്ത എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ചൈനീസ് ആളുകളാണ് കേട്ടോ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലാണ് പിന്നെ ഒരുപാട് കാഴ്ചകളെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനൊന്നും അധികം അങ്ങനെ ഇട്ടില്ല കേട്ടോ, ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ അതേ നമ്മളങ്ങനെ നടന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് എത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പോകേണ്ട സ്പോട്ട് നടന്നിട്ട് എന്ത് ചെയ്തിട്ടും എത്തണുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ട് പിന്നെ അത്രയും തന്നെ തിരിച്ച് നടക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതേ നമ്മളങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പോണത് ലിബർട്ടി ബെല്ല് കാണാനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്തു. പക്ഷേ എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റുമോ നോക്കാമല്ലോ. കാരണം വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കത് മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ നമ്മൾ നേരം വൈകിട്ടും അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കണത്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഇത് കണ്ടില്ലേ, നിറച്ചിങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തു നിന്നും. ഇപ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വണ്ടിയും കൊണ്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട്. അതിപ്പോൾ എന്താ പറയുക, അമേരിക്കയിൽ ഏത് സിറ്റി ചെന്നാലും ഇങ്ങനെയാണ് അവസ്ഥ. വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തോന്നിയ പോലെയൊക്കെ സ്ഥലത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണിയും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ വേണം ഓരോ സ്ഥലത്തും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ മാപ്പിൽ നോക്കിയിട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ചുറ്റുവട്ടത്തൊക്കെയാണ്, പക്ഷെ ഇത് കണ്ടെത്താനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഇപ്പോഴേ നമ്മളങ്ങനെ പോയി ഇതേത് കണ്ടില്ലേ, ട്രാമൊക്കെയാണ് കേട്ടോ ആ പോണത്, ബസ്സുകൾ അതൊക്കെയാണ് ആ പോകുന്നത്. അങ്ങനെ ഇതേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അതിന് ശേഷം അവിടെ ഇതേ പൈസ നമ്മൾ ബില്ലടക്കാനുള്ള മെഷീനാണ് കേട്ടോ ഇത്. അതിനോട് ചേർന്ന് തന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ വഴിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മെഷീനിൽ നമ്മൾ ക്യാഷ് അടച്ചിട്ട് അതിൻ്റെ ആ ഒരു റെസിപ്റ്റ് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എങ്കിൽ പോലും നമ്മളത് ചെയ്യണത് സേഫായിരിക്കും കേട്ടോ. അങ്ങനെ അതേ നമ്മൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ നടക്കുകയാണ്. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സൈറ്റ് സീയിങ്ങിനുള്ള ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, സിറ്റി ടൂറിനുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ കയറുകയാണെങ്കിൽ നമുക്ക് സിറ്റി മൊത്തത്തിലൊക്കെ ഒന്ന് കാണിച്ചു തരും. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ നടന്ന് ഓരോ സ്പോട്ടുകൾ കാണുന്നത് കേട്ടോ. അങ്ങനെ ദേ ഇപ്പം നമ്മൾ ആ മണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ലിബർട്ടി ബെല്ല്. ഇതിൻ്റെ അകത്തായിട്ടാണ് കേട്ടോ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റൂല. എങ്കിൽ പോലും നമുക്കിതേ പുറത്ത് നിന്നാൽ കാണാം. ദേ ആ കാണുന്നതാണ്. അതായത് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവരുടെ അമേരിക്കയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കേട്ടോ അവരിതിങ്ങനെ വച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് തകർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സംഭവിച്ചതാണ് കേട്ടോ അതിനൊരു അപകടം പോലെ. പക്ഷേ എങ്കിൽ അത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും അത് അവർ സൂക്ഷിച്ചേക്കണത്. അപ്പോൾ അതെല്ലാവരും വന്ന് കാണുന്ന ഒരു സ്പോട്ടാണ്. നമുക്കത് ആ മണി ഇങ്ങനെ ടച്ച് ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ. ഇങ്ങനെ ഒരു ചില്ലുകൂട് പോലെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് അവരതിങ്ങനെ വച്ചേക്കണം. അപ്പോൾ അത് കാണാൻ ഒരുപാട് ആളുകൾ ഇത് കണ്ടില്ലേ, നേരം വൈകിട്ടും വന്നിട്ടുണ്ട്. വന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അവിടെ നിന്ന് വീണ്ടും അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ നടന്നൊന്നും എത്തൂല, ഒരുപാട് ദൂരമാണ്. നടന്നെത്താത്ത അത്ര ദൂരം ഉണ്ടോ എന്ന് വെച്ചുകൊണ്ട് ഒരുപാട് ദൂരം ഉണ്ടെന്നല്ല, എല്ലാം ആ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇനിയിപ്പോൾ വണ്ടിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മ്യൂസിയം ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അതും ഈ പറഞ്ഞ മാതിരി 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ക്ലോസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് പോവുക. കാരണം വെച്ചാൽ നമ്മൾ വന്നപ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് കാണാതെ പോകാനും പറ്റൂല. അതുകൊണ്ട് നമ്മളങ്ങനെ വന്നതാണ്.
അപ്പോൾ അതേ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ പേ ചെയ്യണം നമ്മുടെ പാർക്കിംഗ് ഫീ. അങ്ങനെ അതൊക്കെ ചെയ്തു, റെസിപ്റ്റൊക്കെ വാങ്ങി നമ്മളിപ്പോൾ ആ ഭാഗത്തേക്ക് നടക്കുക കേട്ടോ. അപ്പോൾ അവിടെയും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതേ പോകുന്ന വഴിയിൽ ഇത് കണ്ടില്ലേ ഒരുപാട് രാജ്യങ്ങളുടെ ഇങ്ങനെ കൊടികൾ ഇങ്ങനെ അതിൽ ഫ്ലാഗ് ഇങ്ങനെ വെച്ചേക്കണണ്ട. നല്ല രസമുണ്ടല്ലേ. ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുടെയും ഫ്ലാഗ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂസിയം ഓഫ് ആർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കാണുന്ന ഈ ഇത് കണ്ടില്ലേ പ്രതിമ, അത് പ്രത്യേകത ഉള്ളൊരു പ്രതിമയാണ്. അപ്പോൾ അത് അവിടെ നിന്ന ആളുകളൊക്കെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിങ്ങനെ കാണാനായിട്ട്. അതും ഈ പറഞ്ഞ മാതിരി അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് കേട്ടോ ഈ പ്രതിമകളൊക്കെ ഇങ്ങനെ വച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് കാണുന്ന വലിയ പ്രതിമയെന്ന് പറയണത് ഇവിടുത്തെ അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡൻറ്റ് ജോർജ് വാഷിങ്ടണിൻ്റെ പ്രതിമയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ നല്ല രസമുണ്ട് ഇങ്ങനെ ആ പ്രതിമയൊക്കെ ഇങ്ങനെ അവരുണ്ടാക്കി വെച്ചേക്കണ കാണാൻ. അതിൻ്റെ ചുറ്റിനും നിന്ന് എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് ആരും ഇല്ലാത്ത ആ ഒരു ഇതിൽ വന്നിട്ട് ഇങ്ങനെ വേഗം വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ ഫ്രണ്ടിലായിട്ടാണ് ഈ മ്യൂസിയം ഓഫ് ആർട്ട്, ആ നേരെ കാണാണ്ട ആ ബിൽഡിങ്ങാണ് മ്യൂസിയം ഓഫ് ആർട്ട്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞു പോയിട്ട് അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് കയറണ ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. അതിൻ്റെ അകമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള സ്ഥലമാണ്. എന്തായാലും നമുക്ക് കയറാനൊന്നും പറ്റിയില്ല, ഭയങ്കരമായിട്ട് മിസ്സായി പോയി. അപ്പോൾ എന്തായാലും ഇനിയും വരാമല്ലോ, നമ്മുടെ ന്യൂജേഴ്സിയുടെ അടുത്ത് തന്നെയല്ലേ കിടക്കണേ. അപ്പോൾ ഇനിയും നമുക്ക് വന്ന് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം അവിടെയൊക്കെ അങ്ങനെ ഇരുന്നു കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതേ ആളുകളൊക്കെ അവിടെ വന്ന് കുറേ പേര് ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വൈകിട്ടൊക്കെ ജോഗിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി 7:30 കഴിഞ്ഞു കേട്ടോ. എങ്കിൽ പോലും ഇങ്ങനെ രാത്രി ആവാത്തതുകൊണ്ട് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റണത്. അപ്പോൾ ഇത് കണ്ടില്ലേ ആളുകളൊക്കെ പട്ടിക്കുട്ടീനെയൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണ കാണാൻ. അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ട് ഇങ്ങനെ വച്ചേക്കണ ഇങ്ങനെ പ്രതിമകളാണ്. എന്തായാലും അത് ഉണ്ടാക്കിയേക്കണ ആ ഒരു ഇതൊക്കെ കൊള്ളാട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഉണ്ട് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ പോകാനായിട്ട് സമയമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരുപാട് ലേറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ എന്തെങ്കിലും കഴിക്കണം, തിരിച്ചു പോകണം, അത്രേനുള്ള സമയമുള്ളൂ. നമ്മുടെ അവിടെ നിന്ന് തന്നെ ഏകദേശം ഒരു 2.5 മണിക്കൂറുണ്ട് യാത്ര നമ്മുടെ ന്യൂജേഴ്സിയിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തത്തിക്കളിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഈ കാണാണ്ട ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ 3D പോലെ ഇങ്ങനെ അവർ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടേക്കണ ഒരു വഴിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ അവരാരും അതുമ്മയൊന്നും ഇങ്ങനെ ചവിട്ടണ കാണുന്നില്ല കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചതേ വണ്ടിയുടെ അടുത്ത് പോയി അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഡിന്നർ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് പോകുന്ന ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഇത് കണ്ടില്ലേ ബിൽഡിങ്ങുകൾ നമുക്കിപ്പോൾ അടുത്തടുത്തായിട്ട് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ബിൽഡിങ്ങുകൾ ഫുള്ള് ഇങ്ങനെ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഇടും കേട്ടോ. അപ്പോൾ കൂടുതൽ ഭംഗിയാവും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ ഇരുന്നുകൊണ്ടേ നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഞാൻ പറ്റണ പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണാനായിട്ട് എന്ത് രസമാണെന്ന് അറിഞ്ഞാൽ. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഭംഗിയെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് എന്തായാലും അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഇവിടെയൊക്കെ വരാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോകളൊക്കെ പകർത്തി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം വെച്ചാൽ നമ്മളും ഗൂഗിളിലും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറയണത്. അല്ലാതെ നമുക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ. നമ്മളിവിടെ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തൊക്കെ വരുന്നത്. ഫിലഡൽഫിയയിൽ ആരെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ന്യൂജേഴ്സിയിലുള്ളവർക്ക് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ പോകാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പോവുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. നമുക്കിപ്പോൾ ഒരു ദിവസം ഉള്ളതുകൊണ്ടാണ് എല്ലായിടത്തും കയറി ഇറങ്ങാനൊന്നും പറ്റാത്തത്. എങ്കിലും 3 സ്ഥലത്ത് പറ്റണ പോലെയൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതേ പോകുന്ന വഴിയിലെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ. എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് മതിയാവണേ ഉണ്ടായിരുന്നില്ല കേട്ടോ, അത്രക്ക് ഭംഗിയാണ്. പിന്നെ അപ്പം ഈ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഞാൻ പറ്റണ പോലെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഒരുപാട് ഇങ്ങനെ ഉള്ളിലായിട്ടാണ് സ്ട്രീറ്റിൻ്റെയൊക്കെ. പക്ഷേ എങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും. അതാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ സിറ്റികളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ, വണ്ടി പാർക്കിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പാർക്കിങ്ങും കൂടി നോക്കണ റെസ്റ്റോറൻറ്റും എല്ലാം കൂടി ഒത്തിണങ്ങി വരണമല്ലോ നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ ആയിട്ട്. അപ്പം നമ്മളങ്ങനെ ഗൂഗിളിൽ തപ്പിയാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് തപ്പി അങ്ങനെ പോണത്. ഒരു അറബിക് റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ഉള്ളിലായിട്ടാണ് കേട്ടോ, ഈ സ്ട്രീറ്റിൻ്റെയൊക്കെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഏകദേശം ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടും നമ്മളിതേ പാർക്കിങ്ങിൻ്റെ ഫീ ഒക്കെ അടച്ചിട്ടാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറണത്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ അവിടെ ഇങ്ങനെ കണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ക്ലോസ് ചെയ്യാനും ഉള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു കുട്ടീനെ നോക്കിക്കണ്ടേ, ഞാനിങ്ങനെ വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 3 ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സാലഡും പിന്നെ ഒരു ഷവർമയുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുക കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ ആയപ്പോഴത്തേനും കുറച്ചും കൂടി ലേറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ള കുറച്ചും കൂടി കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ലൈറ്റൊക്കെ ഇട്ടിട്ട് ബിൽഡിങ് ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകലത്തെ ഒരു കാഴ്ച വേറെ, രാത്രി ആയി കഴിഞ്ഞാൽ ഒരു വ്യൂ വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം നിന്നിട്ട് വെറുതെ സമയം കളയണ്ടല്ലോ, നമ്മൾ നേരെ ഇനിയിപ്പോൾ പോകുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അപ്പോൾ ഈ ഫിലഡൽഫിയയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകൾ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്, അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പോൾ അമേരിക്കയിലെ പുതിയ വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.